തൊഴിൽ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ സംഘങ്ങളുമായും ബന്ധമെന്ന് പോലീസിന് വിവരം. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് ഇടപാടുകാരെ കാർത്തിക പ്രദീപ് ഭീഷണിപ്പെടുത്തി. കേസിൽ കൂടുതൽ പേർ പ്രതികളാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഗിന്റെ വിവരങ്ങൾ വേണ്ടി. രാഗിൻ, യുക്രൈനിലോ മറ്റോ ഡോക്ടർ പഠനം പൂർത്തിയാക്കി ഇവിടെ വന്നയാളാണ്. പക്ഷേ ഇവിടെ ലൈസൻസില്ല, ഇവിടെ അവർ ഡോക്ടർ ജോലി എടുത്തിട്ടുമുണ്ടെന്ന് അറിയുന്നു. പിന്നെയാണ് ഈ തരത്തിൽ ജോലി തട്ടിപ്പുമായി ലക്ഷ്യങ്ങൾ, അതിനിടയിൽ കൊട്ടേഷൻ ബന്ധവും. അപ്പോൾ മൊത്തത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമാണോ? എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ഈ കാർത്തിക പ്രദീപിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത് വിദേശ തൊഴിൽ വാഗ്ദാനം ചെയ്ത് നിരവധി പേരെ കബളിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരുപാട് പേർ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനോടകം 18ഓളം കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവരെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുന്നത് ഇവർക്ക് കൊട്ടേഷൻ ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ഇത്തരത്തിൽ പണം തട്ടിച്ചിട്ടുണ്ട് ഇവർ പലരിൽ നിന്നും. അങ്ങനെ പണം ആവശ്യപ്പെട്ട് തങ്ങൾക്ക് ജോലി കിട്ടിയില്ല, മറിച്ച് പണമെങ്കിലും തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചവരെ കൊട്ടേഷൻ പ്രതികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് കാപ്പ കേസ് പ്രതിയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇനി അവരെ ശല്യപ്പെടുത്തരുത്, ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന തരത്തിൽ ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ ഇവരുടെ ഒരു ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. ആ ഫോണിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണ്. ഇവർ ഇത്തരത്തിൽ തട്ടിച്ച പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയും ഇത്തരം ആളുകളൊക്കെയുമായിട്ടുള്ള പല വിധത്തിലുള്ള പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സുപ്രധാന വിവരം. ഇതോടൊപ്പം 2 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഒന്ന് ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനത്തിന്റെയും അതോടൊപ്പം തന്നെ ഇവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ തട്ടിപ്പോൾ കോടികളിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. കാരണം ഒരുപാട് പേർ പരാതിയുമായി വരികയാണ്. പരാതി പ്രളയമാണ് ഇവർക്കെതിരെ ഉണ്ടാകുന്നത്. ഉക്രൈനിൽ ഈ MBBS പഠനം നടത്തിയിട്ടുണ്ട് ഇവർ എന്നാണ് പോലീസിന് പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിട്ടുള്ളത്. ചില ആശുപത്രികളിലും അവിടെ ചികിത്സിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ അവർ ഇവിടെയും ചികിത്സിച്ചിട്ടുണ്ടെന്ന അവകാശവാദമൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വ്യാജമാണെന്ന വിലയിരുത്തലാണ് പോലീസ്. എന്തായാലും വിശദമായ അന്വേഷണം ഇവരുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഉടനെ തന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം.